ആക്ടർ ജയറാം ചെറുതായിട്ടൊന്ന് എയർ പോയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ കുറച്ച് കാലം മുമ്പേ മുതലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇയാളെന്താ ഇങ്ങനെ ഒരു ഓവർ വിനയം, ഒരു ഓവർ നന്മയിലുണ്ണി, ഭയങ്കരമായ കാണിച്ചു കൂട്ടലാണ് ഈ വിനയത്തിൻ്റെ കാര്യത്തിൽ. അപ്പോഴേ ഇങ്ങനെ ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു ഇയാളിത്. കാരണം തമിഴന്മാരെ കാണുമ്പോൾ ഒരു മൂഡ്, മലയാളികളെ കാണുമ്പോൾ വേറൊരു മൂഡ്. മനസ്സിലായോ? അതായത് എവിടെ വേണേൽ പഴച്ചു പോകാൻ, നിന്നിട്ട് പോകാമെന്നുള്ള അവരൊരു ഡിപ്ലോമാറ്റിക് സാധനം അതങ്ങനെ കൊണ്ട് കിടക്കുന്നു. ക്യാമറേൻ്റെ മുന്നിലൊക്കെ കാണിക്കുന്നതും അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്ന ആ വിനയം കാണിക്കുന്നതും ഒക്കെ ഒരു തരം ഫേക്ക്നെസ് ഭയങ്കര ഹൈ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇയാളുടെ ഈ കോമഡി പറച്ചിലും ഇയാളുടെ മിമിക്രിയും അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സിനിമകളിൽ അഭിനയമാണെന്നുണ്ടെങ്കിലും ചില മൂവീസിലൊക്കെ, ഇപ്പോൾ പൊന്നിയൻ സെൽവത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ചില ക്യാരക്ടേഴ്സൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. മലയാളത്തിലിപ്പോൾ ഓസ്ലർ ചെയ്തപ്പോഴൊക്കെ ഒരു കൊള്ളാം എന്നുള്ള ഫീലിംഗ് ഇത് തന്നിട്ടുണ്ട്. പഴയ സിനിമയ്ക്കൊന്നും ഞാൻ പോകുന്നില്ല, പഴയ സിനിമകളൊക്കെ അങ്ങനെയാണല്ലോ. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, സുരേഷ് ഗോപി, ആ ഒരു ലൈക്ക് ബെൽറ്റ് തന്നെ അങ്ങനെയാണ്. ആ ബെൽറ്റിൽ തന്നെ ഇയാളുള്ളത് ഇയാളുടെ വർക്ക് കാരണമാണ്. പക്ഷേ പെട്ടെന്ന് മലയാളി ഓഡിയൻസിൽ നിന്ന് മാറി തമിഴ് ഓഡിയൻസിൻ്റെ കണ്ണിലുണ്ണിയായി അവിടുത്തെ മെയിനായിട്ട് അങ്ങോട്ട് മാറി അങ്ങേര് മലയാള സിനിമകളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് മാറി. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്താ വെച്ചെങ്കിൽ, ഇങ്ങേരുടെ ഒരു പഴയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ റീസെൻ്റ്ലി കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം, തൂക്കി 2020 സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇങ്ങനെ പറഞ്ഞത്. ആദ്യം നമുക്ക് ഇങ്ങനെ ഇപ്പോൾ റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ 2020 സിനിമ, മലയാളത്തിൻ്റെ 2020 സിനിമയിൽ ക്ലൈമാക്സ് പോർഷനിൽ ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ദിലീപ് നടന്നു വരുന്ന സമയത്ത് ഇയാളില്ല. അതെന്താ ഇയാളില്ലാത്തതെന്നുള്ളത് പലരും ചിന്തിച്ച് കാണും. അങ്ങേരെ തന്നെ ஒரு ഫോട്ടോ ஒக்கி பிடிச்சு வந்துட்டாണ് இது പറയുന്നത്. അതൊന്ന് கேட்காம். படம் என்ன ஒரு வாட்டி கூட பாருங்க, கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே. என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வருது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்கள் வீட்டில், சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா, கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன், സാർ എനിക്ക് ദീപാവലി താ മുഖ്യം, அப்படின்னா പോകണം. എങ്ങനെ ഇരിക്കുന്നു? അതായത് ദീപാവലിയാണ് ഇയാൾക്ക് മുഖ്യം. തമിഴ്നാട്ടിലുള്ള വീട്ടിൽ ദീപാവലി അറ്റൻഡ് ചെയ്യാൻ പോകണം, ദീപാവലി ഫെസ്റ്റിവൽ കൂടിയേ പറ്റൂ, സിനിമയൊന്നും അയാൾക്കൊരു വിഷയമല്ല. മനസ്സിലായോ? അയാൾ ചെയ്യുന്ന വർക്ക് പോലും അയാൾക്ക് പ്രശ്നമില്ല. അയാൾക്ക് ആ ഫെസ്റ്റിവലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചെന്നൈയിലെ വീട്ടിലേക്ക് ദീപാവലി ആഘോഷിക്കാൻ എത്ര നാൾ പറഞ്ഞിട്ടാണ് 2020 ആ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഒരു സിനിമേൻ്റെ ക്ലൈമാക്സ്, ആ ക്ലൈമാക്സിൽ ഏറ്റവും മറ്റേ പഞ്ചുള്ള സാധനം ഉപേക്ഷിച്ചിട്ട് ഞാൻ ദീപാവലിക്ക് ചെന്നൈയിൽ എൻ്റെ വീട്ടിലേക്ക് എത്തി എന്നൊക്കെ തമിഴ് ഓഡിയൻസിനോട് പറയുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് എങ്ങടാ എങ്ക തമ്പി എങ്ക മരുമകണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പെടുത്ത് ആഘോഷിക്കും എന്നുള്ളതൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കണം ഇത് തള്ളിവിട്ടത്. എന്താണെങ്കിലും ഇതിന് മുന്നേ ഈ കഥ പറഞ്ഞത് തൂക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത ഈ 2025 ഇങ്ങനൊരു തൂക്കം ഒരാൾക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ തൂക്കി നാട്ടുകാർ പണ്ട് പറഞ്ഞ സാധനം ഒരു 3 വർഷം മുമ്പാണ്. ഓക്കെ, 3 വർഷം 3-4 വർഷം മുമ്പാണ്. 3 വർഷം മുമ്പ്, ഒരു ഓണത്തിനെങ്ങാണ്ടാ തോന്നുന്നു തിരുന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 3-4 വർഷം മുമ്പ് ചെങ്ങായി കൊടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് ഇതേപോലെ ആങ്കർ ചോദിക്കുകയാണ്, 2020 ആ ഫൈനലായിട്ട് നടന്നു വരുന്ന പോർഷനകത്ത് എന്തുകൊണ്ട് നിങ്ങളില്ല? ആ ഒരു ചോദ്യത്തിന് ഇപ്പം ദീപാവലി ചെന്നൈ വീട് തമിഴന്മാരെ സൂചിപ്പിക്കാനുള്ള ഐറ്റാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ, അന്ന് മലയാളികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ശബരിമലയാണ് എടുത്ത് പറഞ്ഞത്. 2020 പടത്തിൽ ക്ലൈമാക്സിൽ സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ജയറാമേട്ടൻ മിസ്സിങ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ. ഞാൻ പറഞ്ഞിങ്ങനെ, സാറ് എടുക്കടാ, വൈകുന്നേരത്തുള്ള എടുക്കാമെന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് എടുക്കെടുക്ക പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം ദിവസം തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്കതാണ് വലുതെന്ന് തോന്നി. അന്ന്
ചേടാ യജാതി കള്ളൻ, കള്ളെന്നൊക്കെ പറഞ്ഞാൽ കാട്ടുകള്ളൻ. മലയാളികൾക്ക് അയ്യപ്പൻ എന്നുള്ളൊരു വികാരം എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മറ്റേ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇയാളുടെ പേര് വന്ന് വീട്ടിൽ കൊണ്ടുപോയി പൂജയും കൃതാമണിയൊക്കെ നടത്തിയ സമയത്ത് തന്നെ കുറച്ച് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പിന്നെ ഇപ്പോൾ SIT സാധനമൊക്കെ ഇയാളുടെ ഭാഗം അന്വേഷിച്ച് ഇയാളെ ചോദ്യം ചെയ്തൊക്കെ വിട്ടത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇയാൾക്ക് എത്ര വൃത്തിയായിട്ടാണ് ഓഡിയൻസിനെ പറ്റിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈ ഓവർ വിനയം കാണിച്ചിട്ട് കയ്യിൽ അത്യാവശ്യം മരുന്നുണ്ട്. ഈ സിനിമാ സെറ്റുകളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും ബാക്കിയുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ എന്തിനാണ് ഈ ഓവർ സാധനം ഇട്ടിട്ട് വെറുപ്പിക്കാൻ നിൽക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കും, മലയാളികളെ കയ്യിലെടുക്കാൻ ആ ശബരിമല സെൻറ്റിമെൻറ്റ്സ്, അയ്യപ്പൻ്റെ സെൻറ്റിമെൻറ്റ്സ് കൃത്യമായിട്ട് യൂസ് ചെയ്തു. ഇതാണോ സത്യം? ദീപാവലിക്ക് വീട്ടിൽ പോകണമെന്ന്, ചെന്നൈ പോകണമെന്ന് പറഞ്ഞതാണോ സത്യം? ഇത് ഏതാണെന്നുള്ളത് ഇനി ജയറാമൻ്റെ പറയാം. ഇനി ഇതൊന്നും അല്ല ഓണത്തിന് സദ്യ കഴിക്കാൻ പോകണമെന്ന് പറയും ഇയാൾ. അങ്ങനെ ഞാൻ എവിടേക്കോ കമൻറ്റിൽ കണ്ടു ഇയാൾ പണ്ടൊരു ഓണക്കഥ പറഞ്ഞിട്ടുണ്ട്, സദ്യക്കഥ എന്നുള്ളത്. ഇത് നിലനിൽപ്പ് എന്ന് പറഞ്ഞ്, നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇയാളുടെ ഒരു അവസ്ഥ. എന്താണെങ്കിലും തൂക്കി. ഇനിയിപ്പോൾ ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാളെയാണ് ആ പടം റിലീസ്, നാളെ മറ്റന്നാളെങ്ങാണ്ട് ആ പടം റിലീസാവും. ഇനി ഒരു അടുത്ത പടത്തിൻ്റെ പ്രൊമോഷന് മാത്രം കേരളത്തിൽ വന്നാൽ മതിയല്ലോ, അല്ലാതെ ഇനി മലയാളികളെ ഫേസ് ചെയ്യേണ്ട ആവശ്യമാക്കില്ലല്ലോ. തമിഴ് മീഡിയക്കാർ ഇനി ഇത് വല്ലതും ചോദിക്കുക എന്നുള്ളത് അറിയാനും പാടില്ല. തമിഴ് ഇങ്ങനെയുടെ ഇൻ്റർവ്യൂവിനടിയിലൊക്കെ ഭയങ്കര കമൻസാണ്. ഏത് ഞാൻ ഉങ്ങളുടെ ഇന്ത മാതിരിയുള്ള ഹമ്പിൾ ബിഹേവിയർ കണ്ട് ഇൻസ്പയർ ആയിട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. മലയാളികൾ നേരെ ഉൾട്ടയാണ്. കമൻറ്റ് ബോക്സിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ കള്ള, കാട്ട് കള്ള, എൻ്റെ ഈ നന്മയിലോളി കളി കണ്ടാൽ തന്നെ അറിയണം ഈ എമ്മാതിരി ടീമാന്നുള്ളത് എന്നുള്ളത്. അതങ്ങോട്ട് പൊളിഞ്ഞു കിട്ടി. എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒരു മനുഷ്യന് ഇങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള രണ്ട് നുണ പറയാൻ പറ്റൂ? അതായത് ദീപാവലി ചെന്നൈയിൽ വീട്ടിൽ പോകണമെന്നും ചിലപ്പോൾ ഇങ്ങനെയാവാം, ശബരിമല ഇയാൾ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ശബരിമല പോകുന്ന ദിവസം ചിലപ്പോൾ ദീപാവലി ദിവസം പോയി എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഒന്ന് ശബരിമല കേരളത്തിൽ എത്തണം എന്നാണ് പറഞ്ഞത്, മറ്റേത് ദീപാവലിക്ക് വീട്ടിലെത്തണം. രണ്ട് സോൺ, രണ്ട് സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തള്ളിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഗതി ഏറെ പോയി പൊട്ടാതിരിക്കുമോ? പൊട്ടി എന്താണെങ്കിലും നാണം കെട്ടു. ആൻഡ് ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഈ മലയാളികളെ കാണുമ്പോൾ മലയാളികളെ സൂചിപ്പിക്കാനുള്ളതും തമിഴന്മാരെടുത്ത് പോയിട്ട് അവിടെ സൂചിപ്പിക്കാനുള്ള സാധനം ഇയാൾ അടിക്കുന്നില്ലേ, അതൊന്ന് വെച്ച് തരാം. Basically, I started in Malayalam. தமிழ்னா சேர்ந்தது ஆல்மோஸ்ட் சேம். மை மதர் டங் இஸ் தமிழ். அதனால வீட்லயே பேச தமிழானதுனால கொஞ்சம் கூட எனக்கு கம்ஃபர்ட் தமிழ். ரீசெண்டாக தான் தெலுங்கு ஸ்வீட் லாங்குவேஜஸ். அதனாலே நான் மேக்ஸிமம் அந்த இப்போ கன்னடாவில் ஃபர்ஸ்ட் படம் நானே படித்து நானே டப் பண்ணேன். ஸோ நம்ம புது லாங்குவேஜ் கற்றுக்கிறது, புது இடத்துக்கு போகிறது, புது கல்ச்சர், புது ஃப்ரெண்ட்ஷிப், புது இது எல்லாமே நான் ரொம்ப എൻജോയ് பண்ணு. എല്ലാ കാസുക്കാകത്താന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ ട്രൂലി റാം എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂവിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കഴുത്തിന് ഈ കുടുക്ക് വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കുടുക്ക് വരെ. എന്നിട്ട് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങളുടെ ശബ്ദം MGR ശബ്ദം പോലെ ഇരിക്കുന്നത് എനിക്ക് ഒരു വാട്ടി നിൽക്ക് സൊല്ലുങ്കോ. അങ്ങനെ ഇത് നിങ്ങൾ പറയുമ്പോൾ എന്തോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഇല്ലട്ടോ. ഇത് വളരെ സട്ടിലായിട്ട് അത് ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ ഞാനത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ഒരു പാലക്കാട് എപ്പിസോഡുണ്ട്. ഒരു 2 റീൽ ഫുള്ളായിട്ട് ഞങ്ങൾ പാലക്കാട് ഒരു ഇൻസിഡൻറ്റിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ, നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കൂടിയിട്ട് അത് ബ്ലെൻഡായി വന്നപ്പോൾ അത് ഭയങ്കര തമാശയായിരുന്നു. ഉർവശി, ഞാൻ, ബാക്കി ഇതിനകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ പാലക്കാടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതെ, തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടമ്പക്കത്ത് ഷൂട്ട് ഇരുന്നിടിച്ച് അന്താ കോടമ്പക്കം ഷൂട്ടില്ല, നമ്മ ഏരിയ, നമ്മ ആളുങ്ക, നമ്മ വൈബ് തമ്പി എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റും. കേരളത്തിലായതുകൊണ്ട് പാലക്കാട് വൈബായി, മലയാളികളായി. വല്ലാത്തൊരു പിഴപ്പൻ്റെ എന്ത് പറയാനയച്ചെങ്ങനെ ഇങ്ങനെ തൂങ്ങും നിങ്ങളാരും പ്രതീക്ഷിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെ ഈ സാധനങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊങ്ങി ഓരോ സ്ഥലത്ത് വരുന്നത് കാണുമ്പോഴാണ് ഇങ്ങനെ ബാക്കി പഴയ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുന്നത്. മനസ്സിലായി? പണ്ടത്തെ സാധനം അങ്ങനെയാണല്ലോ, ഒരു സൈഡിൽ നിന്ന് ഒന്നും ഇങ്ങനെ കുത്തിപ്പൊങ്ങി വരുമ്പോഴാണല്ലോ പഴയ ഐറ്റങ്ങളൊക്കെ എല്ലാവരും എടുത്തു നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറേ ഐറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മറ്റേ മുണ്ടിൻ്റെ പരസ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
അഭിമാനമുണ്ട്, കഥകളിയുണ്ട്, ചെണ്ടകൊട്ടുണ്ട്, വെള്ളംകളി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നാട്, എൻ്റെ മുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ കുറേ പേരങ്ങനെ കുത്തിപ്പൊക്കി എൻ്റെ മുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇങ്ങേര് എലക്ഷന് പോയ സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി അതൊരു കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എലക്ഷന് പോയി അവിടെ പോയി നിന്നിട്ട് എല്ലാവരും അയ്യോ ഇതെന്താ ദുൽഖർ അവിടെ മറ്റോ ഇവിടെ മസ്റ്റോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ നമ്മൾ മലയാളികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വന്തം മലയാളത്തിൻ്റെ നടന്മാർ നടിമാർ എന്ന് പറഞ്ഞ് കാണുന്ന പലരും ചെന്നൈയിലും ബാക്കിയുള്ളിടത്തൊക്കെയാണ് വോട്ട് ചെയ്ത് പോയിട്ട്. അപ്പോൾ ചെന്നൈയിൽ വോട്ട് ചെയ്ത് നിന്നപ്പോൾ ജയറാമും ഫാമിലി നിന്ന സമയത്ത് തന്നെ ഇതൊരു ചർച്ചയായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഒരു 10-15 വർഷം മുമ്പൊക്കെ ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് വോട്ട് ചെയ്തു എന്ന് പറയുന്ന വേറെ ബൈറ്റുകളും അവൈലബിൾ ആണ്. ഓക്കെ, ഇങ്ങേര് പക്ഷേ ഇതിനകത്ത് പറയുന്നത് 30 വർഷമായിട്ട് ഇങ്ങേര് ചെന്നൈ താമസിക്കുകയാണ്, അവിടെ തന്നെയാണ് വോട്ട്, ആന ചേന എന്ന് പറഞ്ഞ തള്ളിമറിച്ചിലുകളൊക്കെയാണ് തള്ളിയിട്ടുള്ളത്. ഇതേപോലെ ജീവിച്ചു പോകാൻ എന്നുള്ള രീതിക്കുള്ള പരിപാടികളല്ലാതെ വേറെ എന്ത് പറയാനാണ്. ഞാൻ കുറേയൊക്കെ എന്താ പറയുക, കുറേയൊക്കെ ഇങ്ങനത്തെ ആളുകൾ സിനിമയിലെ നടന്മാർ അന്യഭാഷകളിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ ഒരു തരം ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് അവരെ വളർത്തിയ ക്രൗഡിനെ അവർ പറ്റങ്ങണ്ട് മറന്നു കളയും. മനസ്സിലായോ? അവർക്ക് ഒട്ടും എന്താ പറയുക പിന്നെ ആക്സെപ്റ്റബിൾ അല്ല. അങ്ങനെ മലയാളത്തിൽ നിന്ന് പോയ ഒരുപാട് നടന്മാരും നടികളും ഉള്ളതായിട്ട് എൻ്റെ അറിവിലുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ പല ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയെക്കുറിച്ചും അല്ല നമ്മളെ ആളുകളെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ചേടാ ഇവിടുന്ന് പോയിട്ട് നിങ്ങളെന്താ അവിടെ പോയിട്ട്, മനസ്സിലായോ? നമുക്ക് ആ ഒരു ഹോംലി സാധനം എപ്പോഴും ഹോംലി സാധനമാണല്ലോ. അതൊക്കെ മറന്നു പോകുന്ന കുറേ ടീംസ് ഉണ്ട്. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ രണ്ടും ഹാൻഡിൽ ചെയ്തു ഇത്രയും കാലം. ഇപ്പോഴൊക്കെ അതാണ് പൊളിഞ്ഞു വീണത്. ആൻഡ് ഇയാൾ പക്ക ഒരു ഫേക്ക് അല്ലെങ്കിൽ ഇയാൾ അത്ര എന്താ പറയുക ട്രസ്റ്റ് വർത്തി അല്ല എന്നുള്ളതൊക്കെ രാജസേനനും ഈ പറഞ്ഞ നമ്മുടെ ജയറാമും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഏറെക്കുറെ മലയാളികൾക്കൊക്കെ അറിയാം. കാരണം ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് രാജസേനനും പിന്നെ നമ്മുടെ ജയറാമും തമ്മിലുള്ളത്. അതിൽ തന്നെ CID, ഉണ്ണികൃഷ്ണൻ, കുറേ ലിസ്റ്റ് ഓഫ് മൂവീസ് ഉണ്ട്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ട്. മറ്റേ മേലെ പറമ്പിൽ ആൺവീട്, അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട്. ആ പടങ്ങൾ അങ്ങനെ ഒരു 10-15-20 സിനിമ, അങ്ങനെ 10 സിനിമ അങ്ങനെ എങ്ങാണ്ട് ഇവർ തമ്മിലുണ്ട്. പഴയ സിനിമകളായതുകൊണ്ട് വലിയ ഇതില്ല. പണ്ട് TV വരുമ്പോൾ മേലെ പറമ്പിൽ ആൺവീട് ഭയങ്കര അടിപൊളിയായിരുന്നു. അനിയൻ ബാവ ചേട്ടൻ ബാവയൊക്കെ ഇവരുടെ കോമ്പോയിലാണ്. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ സിനിമകൾ തന്ന ആൾക്കാരാണ് ഇവർ. പിന്നെ ലേറ്റർ ഓൺ ഇങ്ങനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കോമ്പിനേഷനിൽ വേറെ കോമ്പിനേഷൻ പോട്ടെ, ഈ രാജസേനനും ജയറാമും തമ്മിലൊരു ഓൺ സ്ക്രീൻ ഒരു റിയൽ ലൈഫിൽ എവിടെയെങ്കിലും പോയിട്ട് കണ്ടിട്ട് സംസാരിക്കുന്നതിൻ്റെ വരെ വിഷ്വൽസോ സാധനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയത് എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് രാജസേനൻ ഈ വ്യക്തിയായിട്ട് മാറി നിന്നതോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വന്നതിനെ കുറിച്ച് പറഞ്ഞത്. അതിലുണ്ട് എന്താണ് ജയറാം, അല്ലെങ്കിൽ ജയറാമിന് എന്താ അറിയാം, ജയറാമിന് ജയറാമിൻ്റെ എക്സിസ്റ്റൻസേ ഉള്ളൂ. ജയറാമിനെ വളർത്തിയവരോ അല്ലെങ്കിൽ അതൊന്നും ഇല്ല ജയറാമിനെ എനിക്ക് തോന്നുന്നത് പേഴ്സണൽ ലൈഫിൽ അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ്സും വെക്കാത്ത ഒരാളാണ്. വിനയം അഭിനയിച്ച് നടക്കുന്നത് മാത്രമേ. ശരിക്കും വിനയവും അല്ലെങ്കിൽ റെസ്പെക്റ്റും ആളുകളോടൊരു സ്നേഹമൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അത് പേഴ്സണൽ റിലേഷൻസിൽ കാണിക്കണ്ടേ. അത് കാണിക്കാത്തൊരു വ്യക്തിയാണെന്നുള്ളത് രാജസേനൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവും. രാജസേനൻ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂടെ ഒരു സുഹൃത്തിന് എത്രത്തോളം ഇത് ഹേർട്ടാവും എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് ഒരു അടിയോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ അയാളുടെ പ്രൈം ഫേസിന് വേണ്ടിയിട്ട് വേറൊരാളെ യൂസ് ചെയ്തു. ആ പ്രൈം കഴിഞ്ഞ സമയത്ത് അയാൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ ഇയാളെ കൊണ്ട് വലിയ ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ പിന്നെ ഇയാളെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ, അത് ഭയങ്കര സാഡ് ഐറ്റമാണ്. അപ്പോൾ രാജസേനൻ പറയുന്നത് തന്നെ വളരെ എവിഡൻ്റാണ്. ഇതൊക്കെ പറഞ്ഞ് സാധനങ്ങൾ ഞാൻ കണ്ടതും കേട്ടതും ഇതൊക്കെ നോക്കി റെഫർ ചെയ്ത് വരുമ്പോഴാണ് ശ്രീനിവാസൻ സാറ് മരിച്ച സമയത്ത് സൂര്യ വന്നിട്ടുണ്ടായിരുന്നു, പാർത്ഥിബൻ ഒരു പടത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ശ്രീനിവാസൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വരെ സൂര്യ അടക്കം ഷൂട്ടിങ് ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്ന് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ലെജൻഡിനെ കണ്ടിട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ കൊടുക്കുന്നൊരു റെസ്പെക്റ്റാണ് ആ വ്യക്തിയോട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ശ്രീനിവാസൻ ഈ പറഞ്ഞ ജയറാം കോമ്പറ്റീഷനിൽ എത്ര പടങ്ങളുണ്ട്. ഇയാളെ സക്സസിൻ്റെ ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ശ്രീനിവാസനെ പറയാം. അന്ന് ഞാൻ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ജയറാം ഏറെപ്പോയ സമയത്ത് കുറേ പേര് എടുത്തിട്ട് ജയറാം എന്തുകൊണ്ട് വന്നില്ല, ജയറാം അത്ര തിരക്കാണോ, ജയറാം മറന്നോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ആളുകളാണ്, ചിലർക്ക് മരണ വീട്ടിൽ പോകാൻ താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് കാണും, ഈ ഒരു സാധനം നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ ജയറാം എന്ന് പറഞ്ഞു ജയറാമിന് സിനിമ
അവിടെ ഷൂട്ടിങ് നടക്കുകയാണ്. ഒരുപാട് പേര് എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ കാശ് മുടക്കി ഇത്രയും ഉള്ളൊരു സെറ്റല്ലേ, അപ്പോൾ അവിടുന്ന് പോരേണ്ട ഒരു ആവശ്യം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് പോരാൻ പറ്റിയില്ല കാരണം ഇത്രയും ഇവിടെ ബ്ലോക്കാവും, അന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കും, ഇയാൾ ഈ 2020 ക്ലൈമാക്സ്, ഒരു സിനിമയുടെ ക്ലൈമാക്സ് സീൻ എന്ന് പറയുമ്പോൾ അത്രയും വൈറ്റലാണ്. ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ആ സിനിമേൻ്റെ ഹാർട്ടാണ്. ഇത് മലയാളത്തിലെ ടോപ്പ് ആർട്ടിസ്റ്റുകൾ നടന്നു വരുന്ന ആ ഒരു ഫ്രെയിം. അതിൽ നിന്ന് ഇയാൾക്ക് ഒന്ന് ദീപാവലീൻ്റെ കഥ പറഞ്ഞു, ഒന്ന് അയ്യപ്പൻ്റെ കഥ പറഞ്ഞു. ഈ 2 കഥ പറയുമ്പോൾ മൂപ്പർ എന്താ പറഞ്ഞത്, സിനിമയുടെ മുകളിൽ അയാൾ ചൂസ് ചെയ്തത് അയ്യപ്പന് ദീപാവലിക്ക് വീട്ടിൽ പോകണമാണ്. അങ്ങനെ സിനിമയ്ക്ക് മുകളിൽ ഒരു സാധനം ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, പറ്റുന്നൊരു വ്യക്തിയാണ് ജയറാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സെറ്റിൽ ഏതെങ്കിലും ഒരു പുതിയ ആർട്ടിസ്റ്റിന് ഇത് നടക്കില്ലായിരിക്കും. പക്ഷേ ഇത്രയും എക്സ്പീരിയൻസ്ഡ്, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ജയറാം. പിന്നെ ഒരു സെറ്റിലും ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ലെജൻഡാണ് മലയാളത്തിൽ മരിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഏത് ഇൻഡസ്ട്രിയിൽ നിന്ന് കൂടി, ഹോളിവുഡൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഇന്ത്യയിലുള്ള ഏത് ഇൻഡസ്ട്രിയിൽ നിന്നും ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചിട്ടുണ്ട് എനിക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ ഏത് നടുവിനെ അവർ വിടും. പ്രത്യേകിച്ച് ജയറാമിനെ അവർ വിടും. അതിന് കോസ്റ്റ് നഷ്ടമോ പ്രൊഡക്ഷന് നഷ്ടമോ ഒന്നും അവർ പറയാനോ ചിന്തിക്കാനോ പോകുന്നുണ്ടാവില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇയാൾ അന്ന് പറഞ്ഞത് ശരിക്കും ബ്ലണ്ടർ അല്ലേ. ഇവിടെ നടക്കുന്ന ഈ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുന്നതുകൊണ്ട് അത് നിർത്തി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. ചെന്നൈയിൽ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു താൻ. ഒരാൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉണ്ടാവുന്ന നഷ്ടം വലുതാണ്. അത് ഏറ്റവും നന്നായി ശ്രീനിവാസന്റെ കുടുംബത്തിനും അറിയാം. അവസാനമായി ഒന്ന് കാണാൻ കഴിയാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു ജയറാം. പെട്ടെന്നുള്ള ശ്രീനിവാസന്റെ പോക്ക് മനസ്സാകെ തളർത്തി. ആ സമയം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനൊന്നും മനസ്സ് വന്നില്ല. അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്നും താൻ അത്ര ആക്റ്റീവ് അല്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും ജയറാം പ്രതികരിച്ചു. കേട്ടല്ലോ നിങ്ങൾ. അതായത് മൂപ്പർക്ക് സിനിമയുടെ കാരണം പറഞ്ഞ് വരാതിരിക്കുകയാണ് അന്ന് ചെയ്തത്. സിനിമയുടെ റീസൺ പറഞ്ഞ് അങ്ങനെ അന്ന് വന്നില്ല. സിനിമ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സൂര്യയും വന്നു, ബാക്കി എല്ലാവരും വന്നു, ഇങ്ങനെ വന്നില്ല. തമിഴ്നാട്ടിൽ ഷൂട്ട്, അതിൻ്റെ ബാക്കി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മൂപ്പർ അവിടെ നിന്നു. അപ്പോൾ രാജസേനൻ പറഞ്ഞതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഈ ഫേക്ക് ഓറ ക്രിയേറ്റ് ചെയ്യുന്നൊരു തരം സാധനമുണ്ട്. ഫേക്ക് ഓറ ക്രിയേറ്റ് ചെയ്യണം. ഓറ ഫാമിങ്ങിൻ്റെ ഫേക്ക് ഓറ ഫാമിംഗ് ആണെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഇൻഡസ്ട്രിക്കകത്ത് നിന്നുകൊണ്ട്. ആരെ കണ്ടാലും ചിരിക്കുക, കൈ കൊടുക്കുക, ഒരു ഈ സാധനമൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഫേക്ക് സാധനം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതൊന്നും ആരും കണ്ട് ഇൻസ്പയർ ആവരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? അതൊക്കെ കണ്ട് ഇൻസ്പയർ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളും ഫേക്കായി പോകും. എന്താണെങ്കിലും തൂക്കി ആള് പെട്ടു. ഇനിയിപ്പോൾ ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്തൊക്കെ മൂപ്പര മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഇട്ട് പോവായിരിക്കും. അല്ലെങ്കിൽ ഇതിനൊന്നും എനിക്ക് തോന്നുന്നില്ല ഉത്തരം കൊടുക്കുന്നുള്ളൂ. കാരണം ഉത്തരം കൊടുക്കാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടുത്തെ മീഡിയാസിനെ കാണില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ പോവായിരിക്കും അത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും കുറച്ച് കാലമായിട്ട് ഈ ജയറാമിൻ്റെ ഈ ഓവർ വിനയം നന്മ കാണുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു മനസ്സിൽ, ഏട്ടാ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ. അതാ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാൾ ഇഷ്യൂ കൂടി ആയപ്പോഴത്തേക്ക് എനിക്കത് കുറച്ചധികം കത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കൂടി കണ്ടപ്പോഴും ഇയാളെന്നെ അത് സ്വയം അവിടെ ഇവിടെയൊക്കെ രണ്ട് വർത്താനവും പറഞ്ഞ് എല്ലാം കൂടി പൊളിച്ച് കൈ തന്നുകൊണ്ട് മനസ്സിലാവുന്നുണ്ട്